മാറുമറയ്ക്കൽ സമരം പോലും, കുറച്ച് പഴയ നൂറ്റാണ്ടുകളിൽ നടന്ന മാറുമറയ്ക്കൽ പോലും ഒരു പുരുഷാധിപത്യ സമരമായിരുന്നു എന്ന് ഞാൻ ഒരിടത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം പലരും അതിനെ വിപ്ലവകരമായിട്ടുള്ളൊരു സമരമായിട്ടാണ് കാണുന്നത്, മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട്. അന്നത്തെ കാലത്ത് പുരുഷനും മാറുമറയ്ക്കാൻ പറ്റില്ലായിരുന്നു, അവർണ ജാതിയിൽപ്പെട്ട പുരുഷനും മാറുമറയ്ക്കാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ട് പുരുഷൻ്റെ മാറുമറയ്ക്കാൻ വേണ്ടിയിട്ടൊരു സമരം ഉണ്ടായില്ല? എന്തുകൊണ്ട് സ്ത്രീയുടെ മാറ് മാത്രം മറയ്ക്കണം എന്നുള്ള ഒരു സമരം ഉണ്ടായി? അപ്പോൾ അവിടെ അതിനെ ഭരിച്ചിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സ്ത്രീയുടെ മാറ് അശ്ലീലമാണ്, സ്ത്രീയുടെ മാറ് സെക്സുമായി റിലേറ്റഡ് ആണ്, ലൈംഗിക വികാരം ഉണർത്തുന്നത്, അതുകൊണ്ട് സ്ത്രീയുടെ മാറ് മറയ്ക്കണം. ശരീരവും മതവും എന്നുള്ള വിഷയമാണ്. അപ്പം അതിന് കാരണം പറഞ്ഞത് അന്നത്തെ നിങ്ങളുടെ വത്തക്ക സമരം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ആ ഒരു വിഷയം തന്നതെന്നുള്ളതാണ്. ഈ വത്തക്ക സമരം എന്നുള്ളത് ഇവിടെ പലർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഇവിടെ ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപകൻ, അറബി അധ്യാപകനാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. സ്ത്രീകൾ വത്തക്ക പോലുള്ള അവരുടെ മാറിടങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്, മര്യാദയ്ക്ക് ഷോളൊന്നും ഇടാതെ എന്നുള്ളത് ഭയങ്കര കോൺട്രവേഴ്സിയായി. അപ്പോൾ അന്ന് ഞങ്ങൾ 3 പേര്, ഒന്ന് രഹനയും ആതിരയും ഞാനും, അന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വത്തക്ക സമരം നടത്തി. മാറ് തുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറ് തുറന്ന ചിത്രങ്ങൾ പൂർണ്ണമായും ഓരോരുത്തർക്കും അവരവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്തത്. രഹന ഇട്ടു, ആതിര ഇട്ടു, ഞാനിട്ടത് ഒരു സൈഡ് ഒരു വത്തക്ക, ബ്രസ്റ്റിൻ്റെ ഒരു സൈഡ് വത്തക്ക, മറ്റേ സൈഡിൽ എൻ്റെ ഫോൺ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്ര ന്യൂഡാണെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റും. ഒരു മിറർ ഫോട്ടോയാണ് ഇട്ടത്. അപ്പം അത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സമരം ചർച്ചയായി, കാര്യങ്ങളായി. പക്ഷെ അതിനുശേഷം നാട്ടിലുണ്ടായ സംഭവവികാസങ്ങളാണ് കൂടുതൽ രസകരമായിട്ട് മാറിയത്. ഞാൻ അന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ, അതായത് ഇപ്പോൾ തനിമ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുല്ലങ്കോട് സ്കൂളിലെ അധ്യാപകർ അവർ PTA-ക്കാരെല്ലാം സംഘടിപ്പിച്ചു. എന്നിട്ട് ഫോണിൽ ഫേസ്ബുക്കിൽ ഈ ഫോട്ടോയും കാണിച്ച്, ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത, ഈ ഫേസ്ബുക്ക് അന്നത്തെ കാലമാണല്ലോ, കുറച്ച് വർഷം മുന്നേ ആണ്, കാണാത്ത ആളുകളുടെ എല്ലാ വീട്ടിലും ഇത് കൊണ്ടുപോയിട്ട്, ഇത് കണ്ടോ, ഇത് നമ്മളെ കുട്ടികൾ പഠിക്കുന്ന പുല്ലങ്കോട് സ്കൂളിലെ ടീച്ചറാണ്. എന്നിട്ട് ഇവർക്കെതിരെ ഇവരെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കണം, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യിക്കണം, അതിന് വേണ്ടിയിട്ട് സൈൻ ചെയ്യണം. എന്നിട്ട് വീടാന്തരം കയറി ഒപ്പ് ശേഖരണമാണ്. ഈ ഒപ്പ് ശേഖരണം ഒക്കെ നടത്തി 2 വണ്ടിയിലെങ്ങാണ്ട് ആൾ പോയിട്ട് ഈ നിവേദനം കൊണ്ട് പോവാണ്. DO-യുടെ അടുത്തും DD-യുടെ അടുത്തും പോയിരിക്കുകയാണ്, എന്നെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് വിടാം. എന്തായാലും DO-യ്ക്കും DD-യ്ക്കും ഈ ഒരു കാര്യങ്ങളുടെ കിടപ്പ് വശം നോക്കിയപ്പോൾ ഏകദേശം മനസ്സിലായി, വെറുതെ ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിൽ അവർ പോയി തലയിടണ്ടായെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവർ നല്ല രീതിയിൽ പറഞ്ഞു വിട്ടു, പോയി പണി നോക്കാൻ ഇവരെ പറഞ്ഞു വിട്ടു. അതോടുകൂടി അതവിടെ അവസാനിച്ചു. പക്ഷെ എന്നാൽ പോലും HM സ്വൈര്യം കൊടുത്തില്ല. HM പിന്നെ എനിക്കൊരു ലെറ്റർ തരികയാണ്, ഒരു മെമ്മോ തരികയാണ്, ഒരു ഇത്. അപ്പം HM എന്നെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം ഉള്ളതുകൊണ്ടാണ് എന്തായാലും ടീച്ചർ എനിക്കൊരു എക്സ്പ്ലനേഷൻ എഴുതിത്താ, എൻ്റെ സമാധാനത്തിൽ ഞാനിവിടെ ഒന്ന് എടുത്തു വെക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ റീസൺ ഇങ്ങനെ വിവാദമായി. ഞാനത് കൃത്യമായിട്ട് എഴുതി കൊടുത്തു. ഇത് ഫണ്ടമെൻ്റൽ ഫ്രീഡം ഫോർ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്, ഒരു ഭരണഘടനയിൽ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അതാണ് ഞാനവിടെ ചെയ്തത്, എൻ്റെ റൈറ്റ് വിനിയോഗിക്കുകയാണ് ചെയ്തത്. സ്കൂളിൻ്റെ പേരോ, ഞാൻ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നതോ സ്കൂളിൻ്റെ പേരോ സ്കൂളിൻ്റെ യാതൊരു ഡീറ്റെയിൽസോ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സ്കൂളോ PTA-യോ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ള സാധനം എഴുതിയിട്ട് ഞാനോട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നാലും അതോടുകൂടി അത് ഒതുങ്ങി. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം പുറത്ത് കാണുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു സാമൂഹ്യമായിട്ടുണ്ടാകുന്ന സംഘർഷം എന്താണെന്നുള്ളത്, അപ്പം അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് രഹനയ്ക്കെതിരെ ഇപ്പോൾ കേസ് വന്ന വിഷയം തന്നെ, ആ കറുത്ത മുണ്ടെടുത്തിട്ട് രഹന ഇരിക്കുകയാണ്. അപ്പം തൊട കാണുന്നതിനാണ് രഹനയ്ക്കെതിരെ കേസെടുത്തിട്ട് 15 ദിവസം കണ്ട് ജയിലിൽ കിടന്നത്. അപ്പം സ്ത്രീ ശരീരം എന്നുള്ളത് മാത്രം ഒരു സെക്സ് ഒബ്ജക്റ്റായിട്ട്, ഒരു മറ്റേത് സെക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുരുഷൻ്റെ ശരീരം എന്ന് പറയുന്നത് ഭയങ്കര വിശിഷ്ടമാണ്. ഒരേ രക്തവും മാംസവും മജ്ജയും കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും പുരുഷൻ്റെ ശരീരം വളരെ വിശിഷ്ടവും സ്ത്രീയുടെ ശരീരം മാത്രം അശ്ലീലവും, അല്ലെങ്കിൽ അത് മാത്രം ലൈംഗികതയുമായി ബന്ധപ്പെട്ടത്, മറ്റേ ലൈംഗികതയായിട്ടൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്, അത് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന കാഴ്ചപ്പാടാണ്. പുരാണകാലം മുതലേ തന്നെ നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് പുരാണത്തിലൊരു കഥയുണ്ട്, എൻ്റെ ഒരു ആർട്ടിക്കിൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കഥ നമ്മുടെ ശാന്തനു മഹാരാജാവ് പൂർവ്വജന്മത്തിൽ അയാൾ വേറെ രാജാവായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ബ്രഹ്മാവിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്, ബ്രഹ്മലോകത്ത് പോവാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഗംഗാദേവി അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരി ബ്രഹ്മാവിനെ കാണാൻ വന്നതെന്ന് തോന്നുന്നു.
ചേല, അന്നത്തെ കാലത്ത് ചേലയൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ചേല കാറ്റിലിങ്ങനെ പാറുകയാണ്. ചേല പാറിയിട്ട് ഗംഗയുടെ ശരീരഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശാന്തനു എന്ത് ചെയ്തത്, കുറച്ചു നേരം നോക്കി നിന്നു. ഉടനെ ബ്രഹ്മാവ് ഇത് കണ്ടിട്ടാണ് വരുന്നത്. അപ്പം ഗംഗ എന്ന് വിചാരിച്ചത് പാറിക്കോട്ടെ, ഇത് താത്തിയിടാൻ നിന്നില്ല. ഗംഗ ഇത് താത്തിയിട്ടില്ല, ഗംഗ ഇത് കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശാന്തനുവിൻ്റെ പൂർവ്വജന്മത്തിലെ രാജാവ് അയാളത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. ബ്രഹ്മാവ് ശപിക്കുകയാണ് രണ്ടുപേരെയും. ശരീരം പ്രദർശിപ്പിച്ചതിന് ഗംഗയെയും ശപിക്കുന്നു, മറ്റേ ആളിത് നോക്കി നിന്നതിന് അയാളെ ശപിക്കുകയാണ്. നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് മനുഷ്യരായി ജനിച്ച് കഷ്ടപ്പെടട്ടെ, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കട്ടെ എന്ന് ശപിക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ അടുത്ത ജന്മത്തിൽ ഇദ്ദേഹം ശാന്തനുമായിട്ട് ജനിക്കുന്നതും ഗംഗ ഭാര്യയായിട്ട് വരുന്നതും മക്കളെ എറിഞ്ഞു കൊല്ലുന്ന ആ സ്റ്റോറിയൊക്കെ പിന്നീട് ഉണ്ടാവുന്നത്. ഇതേപോലെ ഇത് തന്നെയാണ് നമ്മൾ മഹാഭാരതത്തിൽ നമുക്ക് തന്നെ കാണാം. ഈ കൗരവരും പാണ്ഡവരും തമ്മിൽ ചൂതാട്ടത്തിൽ പാണ്ഡവർ തോറ്റു. പാണ്ഡവർ തോക്കുന്ന പാണ്ഡവരോട് അവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ദുശാസനം ചെയ്യുന്നത് ഭീമൻ്റെ വസ്ത്രം വലിച്ചു പറക്കിയല്ല ചെയ്തത്, അല്ലെങ്കിൽ യുധിഷ്ഠിരൻ്റെ വസ്ത്രാക്ഷേപം നടത്തുകയല്ല ചെയ്തത്. അവിടെ വസ്ത്രാക്ഷേപം നടത്തുന്നത് പാഞ്ചാലിയുടെയാണ്. പാഞ്ചാലിയുടെ ചേലയാണ് അവിടെ വലിച്ചു പറിക്കുന്നത്. അതായത് മാനവും മാനക്കേടും, വസ്ത്രത്തിനെ ബേസ് ചെയ്തുള്ള മാനവും മാനക്കേടും സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. പുരുഷൻ അത് ബാധകമേയല്ല. പുരുഷൻ്റെ വസ്ത്രം വലിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, അത് വിഷയമല്ലല്ലോ. സ്ത്രീക്ക് മാത്രമാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരം മാത്രമാണ് എപ്പോഴും ലൈംഗികതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള ഒരു സാധനം പണ്ട് മുതലേ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പൊളിക്കുക എന്നുള്ളതാണ് ബോഡി പൊളിറ്റിക്സ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ശരീരം, അതായത് മാറ് മറയ്ക്കൽ സമരം പോലും, കുറച്ച് പഴയ നൂറ്റാണ്ടുകളിൽ നടന്ന മാറ് മറയ്ക്കൽ പോലും ഒരു പുരുഷാധിപത്യ സമരമായിരുന്നു എന്ന് ഞാൻ ഒരിടത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം പലരും അതിനെ വിപ്ലവകരമായിട്ടുള്ളൊരു സമരമായിട്ടാണ് കാണുന്നത്, മാറ് മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട്. അന്നത്തെ കാലത്ത് പുരുഷന് മാറ് മറയ്ക്കാൻ പറ്റില്ലായിരുന്നു, അവർണ ജാതിയിൽപ്പെട്ട പുരുഷനും മാറ് മറയ്ക്കാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ട് പുരുഷൻ്റെ മാറ് മറയ്ക്കാൻ വേണ്ടിയിട്ടൊരു സമരം ഉണ്ടായില്ല? എന്തുകൊണ്ട് സ്ത്രീയുടെ മാറ് മാത്രം മറയ്ക്കണം എന്നുള്ള ഒരു സമരം ഉണ്ടായി? അപ്പോൾ അവിടെ അതിനെ ഭരിച്ചിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സ്ത്രീയുടെ മാറ് അശ്ലീലമാണ്, സ്ത്രീയുടെ മാറ് സെക്സുമായി റിലേറ്റഡ് ആണ്, ലൈംഗിക വികാരം ഉണർത്തുന്നത്, അതുകൊണ്ട് സ്ത്രീയുടെ മാറ് മറയ്ക്കണം എന്നുള്ളതാണ്. അപ്പം പലതും നമ്മൾ പുരോഗമനം എന്ന രീതിയിൽ നമ്മൾ പഴയകാലത്ത് പണ്ട് നടന്ന സമരങ്ങളെ നമ്മളത് ആഘോഷിക്കുമ്പോൾ കൂടി നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലതും പുരുഷാധിപത്യ കാഴ്ചപ്പാടിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള സമരങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിലുള്ളത്. ഇനി ബോഡി പൊളിറ്റിക്സിലൂടെ നമ്മൾ ഇപ്പോൾ രഹന നടത്തിയൊരു 2 കാര്യങ്ങൾ, എന്ന് പറഞ്ഞ കറുത്ത മുണ്ടെടുത്തുകൊണ്ടുള്ള, പിന്നെ ഒന്ന് മോനെക്കൊണ്ട് ദേഹത്ത് വരപ്പിച്ചത് അല്ലേ, ശരീരത്തിൽ വരച്ചൊരു വിഷയം വിവാദം ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഞാൻ പറയുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ബോഡി പൊളിറ്റിക്സിൻ്റെയാണ്. പക്ഷേ രഹനയുടെ ഇപ്പോഴത്തെ സാധനങ്ങളോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ രഹനയോട് തന്നെ തുറന്ന് പറയുകയാണ്. കാരണം അതിനെ ന്യൂഡിറ്റി 2 രീതിയിൽ പ്രദർശിപ്പിക്കാം. ഒന്ന് വളരെ വിപ്ലവകരമായിട്ട് എൻ്റെ ബോഡി ഒരു സെക്സ് ഒബ്ജക്റ്റ് അല്ല എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി നടത്തുന്ന ഒരു നഗ്നതാ പ്രദർശനമുണ്ട്. അതായത് ഫെമൻ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ, പലരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇൻ്റർനാഷണൽ ഫെമിനിസ്റ്റ് ഗ്രൂപ്പാണ് ഫെമൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ മൊത്തം അവർ സമരങ്ങൾ നടത്തുന്നതാണ് പല വിഷയങ്ങളിൽ. അവർ സമരമാർഗം എന്ന് പറയുന്നത് തന്നെ അരയ്ക്ക് മുകളിലോട്ട് അവർ നഗ്നതയാണ്. അവർ മുലകൾ കാണിച്ചുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. അവർ നെഞ്ചത്താണ് അവർ മുദ്രാവാക്യങ്ങൾ എഴുതുക. എന്താണ്, ഏത് വിഷയമാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത് ആ വിഷയം അവരുടെ നെഞ്ചിലാണ് അവർ എഴുതുന്നത്. അവർ പ്രഖ്യാപനം തന്നെ ഐ എം നോട്ട് എ സെക്സ് ഒബ്ജക്റ്റ്, എൻ്റെ ശരീരം ഒരു സെക്സ് ഒബ്ജക്റ്റ് അല്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എവിടെ സെക്സ് നമുക്ക് ഫീൽ ചെയ്യില്ല, സെക്സ് നമുക്ക് തോന്നുകയില്ല. കാരണം അത് ഭയങ്കര ഒരു ഫയറാണ് അവരുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് തന്നെ. അതിൽ തന്നെ ഒരു ഭയങ്കര റെവല്യൂഷണറി സാധനം മാത്രമേ നമുക്കതിൽ ഫീൽ ചെയ്യുള്ളൂ. അതിലൊരിക്കലും നമുക്കൊരു സെക്സിൻ്റെ ഒരു നേരിയ ചിന്ത പോലും എനിക്ക് തോന്നുന്നില്ല, കാണുന്ന പുരുഷന്മാർക്ക് പോലും തോന്നുന്നത് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇറാനിൽ ഭരണകൂടത്തിനെതിരെ, മതഭരണകൂടത്തിനെതിരെ സ്ത്രീകൾ നടത്തുന്നത് പലരും അവർ ന്യൂഡായിട്ടാണ്, നഗ്നത കാണിച്ചുകൊണ്ടാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് നഗ്നത പ്രദർശിപ്പിക്കാം. അത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അടിച്ചേൽപ്പിക്കപ്പെട്ട ലൈംഗിക വസ്തു എന്ന കാഴ്ചപ്പാടിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സമരമാർഗമാണ്. അതേസമയം തന്നെ മറ്റൊരു രീതിയിലും പ്രദർശിപ്പിക്കാം, സ്വയം സെക്സ് ഒബ്ജക്റ്റ് ആയിക്കൊണ്ട് വേണമെങ്കിൽ പ്രദർശിപ്പിക്കാം. അങ്ങനെ വരുമ്പം നമ്മൾ തന്നെ പ്രഖ്യാപിക്കുകയാണ് എൻ്റെ ശരീരം ഒരു ലൈംഗിക വസ്തുവാണ്, അത് നിങ്ങൾ ആസ്വദിച്ചോളൂ. ആ രീതിയിൽ ഉള്ള പ്രദർശനമാണ് സിനിമയിലൊക്കെ നമുക്കിപ്പോൾ ഷക്കീലൊക്കെ പ്രദർശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിൽ ക്യാമറയുടെ ആംഗിൾ പല രീതിയിൽ പോയിട്ട് സ്ത്രീയുടെ നേവൽ പാർട്ട്, ബ്രസ്റ്റിൻ്റെ പാർട്ട്, ക്ലീവേജൊക്കെ കാണിക്കുന്നത് അത് കറക്റ്റ് സെക്സ് ഒബ്ജക്റ്റായിട്ട് തന്നെ കാണിക്കുന്ന ഒരു രീതിയാണ്. 2 രീതിയിൽ പ്രദർശിപ്പിക്കുക. അതുകൊണ്ടാണ് രഹനയോട് പറഞ്ഞത്, രഹന ആദ്യം ചെയ്തത് ഞാൻ പറഞ്ഞ ആദ്യത്തെ റെവല്യൂഷണറി സ്റ്റാൻഡാണെന്ന്. ഇപ്പോൾ വരുമ്പോൾ ഈ രണ്ടാമത്തെ സ്വയം സെക്സ് ഒബ്ജക്റ്റായിട്ട് മാറുന്നു എന്നുള്ള ഒരു വിയോജിപ്പ് എനിക്ക് രഹനയോട് ഇവിടെ തന്നെ പറയാനുണ്ട്, പരസ്യമായിട്ട് പറയുകയാണ്. അപ്പം ഇതാണ് ബോഡി പൊളിറ്റിക്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. നമ്മൾ സ്ത്രീ ശരീരം എത്രത്തോളം മൂടി വയ്ക്കുന്നോ അത്രത്തോളം അത് സെക്സ് ഒബ്ജക്റ്റായിട്ട് മാറുകയാണ്. അത്
തുറന്നു കാണിക്കുക, അത് വളരെ സെക്സ് സബ്ജക്റ്റ് അല്ലാത്ത രീതിയിൽ അതിനെ തുറന്നു കാണിക്കുന്നിടത്താണ് നമുക്ക് ഈ ലൈംഗിക വസ്തു എന്നുള്ള ആ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ കഴിയും.